ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +1 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇക്കണോമിക്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്തു നിന്ന് പഠിച്ചു പോകേണ്ട എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സെക്കൻഡ് ടേം എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഈ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ ടഫായിട്ട് പറയാവുന്ന ഒരു പേപ്പറാണ് ഇക്കണോമിക്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ട് എന്ന് പറയുന്നത്. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസുമാണ്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ നമ്മൾ 1, 2, 3 അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ തുടങ്ങിയിട്ടുള്ള ആ 3 ചാപ്റ്റേഴ്സ് കൂടി നിങ്ങൾ കൂടെ പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ തന്നെ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആണ് ഈ ഡാറ്റ ക്ലാസിഫിക്കേഷൻ. ഡാറ്റ ക്യാൻ ബി മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2. ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ, ഡാറ്റകളെ നമ്മൾ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഡാറ്റകളെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്, രണ്ടാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അത് ചോദ്യം പ്രതീക്ഷിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ അതിൽ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിന്റെ പ്രാധാന്യം എന്താണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിന്റെ പ്രാധാന്യം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഈ 2 ചോദ്യങ്ങളാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. കളക്ഷൻ ഓഫ് ഡാറ്റയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ 2 തരം ഡാറ്റകളാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്ന് പ്രൈമറി ഡാറ്റ, രണ്ടാമത്തേത് സെക്കൻഡറി ഡാറ്റ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് പഠിക്കണം. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഓക്കെ, അതായത് പ്രാഥമിക ദത്തങ്ങളും ദ്വിതീയ ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ. ഓക്കെ, കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ. ഓക്കെ, പ്രൈമറി ഡാറ്റ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ മെത്തേഡ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ എന്ന് ചോദിക്കാം. അപ്പൊ പ്രൈമറി ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് നമുക്കറിയാം ഒരു 5 മെത്തേഡുകൾ ഉണ്ട്. പക്ഷെ സാധാരണയായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെത്തേഡുകൾ മാത്രമാണ് പഠിക്കാറുള്ളത്. അതിൽ ഒന്നാമത്തേത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്, രണ്ടാമത്തേത് ഫോണിക് ഇന്റർവ്യൂ ആണ്, മൂന്നാമത്തേത് മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആണ് അല്ലെ. ഇത് കൂടാതെ നമ്മൾ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഫോർമേഷൻ ഫ്രം കറസ്പോണ്ടൻസ് എന്ന രീതിയിലൊക്കെ അതിന്റെ ടോപ്പിക്കുകൾ കൂടെ പഠിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ 3 ടോപ്പിക്കുകൾ മാത്രമാണ്. ഒന്ന് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്, അതായത് വ്യക്തികളുമായുള്ള അഭിമുഖ രീതി എന്ന് വിളിക്കും. രണ്ടാമത്തേത് ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡ്, ടെലിഫോണിലൂടെയുള്ള അഭിമുഖ രീതി. മൂന്നാമത്തേത് മെയിൽഡ് ക്വസ്റ്റ്യനെയർ, അതായത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി. ഇതൊരു 4 മാർക്കിന്റെ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏത്, ഈ പ്രീ ടെസ്റ്റിംഗ് ഓഫ് എ ക്വസ്റ്റ്യനെയർ. പ്രീ ടെസ്റ്റിംഗ് ഓഫ് എ ക്വസ്റ്റ്യനെയർ, അതിനെ വിളിക്കുന്ന പേരെന്താ, പൈലറ്റ് സർവേ എന്നാണ് വിളിക്കുക. ഓക്കെ, പൈലറ്റ് സർവേ സാധാരണ ഇപ്പൊ 1 വേർഡിലൊക്കെ ചോദിക്കുന്നുണ്ട്. 1 വേർഡ് അല്ലെങ്കിൽ 2 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പൈലറ്റ് സർവേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് സെൻസസ് മെത്തേഡ്, സാമ്പിളിംഗ് മെത്തേഡ്. കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് ആണ് സെൻസസ് എന്ന് പറയുന്നത്. അതുപോലെ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ സാമ്പിൾ ആണ് അല്ലെ. അത് നിങ്ങൾക്ക് അറിയുണ്ടാകും, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും.
അതുപോലെ മറ്റൊന്ന് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ലോട്ടറി മെത്തേഡ്. മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യം, സാമ്പിളിംഗ് എറേഴ്സ് എന്താണ്, സാമ്പിളിംഗ് പിഴവുകൾ എന്താണ്. ഓക്കെ, ലോട്ടറി രീതി എന്താണ്, അതുപോലെ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് പിഴവുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ അസംസ്കൃത ദത്തം എന്താണ് എന്ന് പഠിക്കുക. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ അസംസ്കൃത ദത്തം എന്നാണ് മലയാളം. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്കൊരു 5 മാർക്കിന് ചിലപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ, ദത്തങ്ങളുടെ തരംതിരിവ്. ദത്തങ്ങളെ നമ്മൾ പ്രധാനമായും 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്, കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ്, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, രണ്ടാമത്തേത് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തേത് ക്വാളിറ്റേറ്റീവ് ആണ്, നാലാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചതാണ്. ഓക്കെ, എന്നാലും ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഓക്കെ, കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഫ്രീക്വൻസി ആരെ അല്ലെങ്കിൽ അറേ എന്ന് വിളിക്കുന്ന സംഭവം. ഓക്കെ, ഫ്രീക്വൻസി അറേ അല്ലെങ്കിൽ ആരെ എന്ന് വിളിക്കുന്നത് അതൊരു 3 മാർക്കിനൊക്കെ ചിലപ്പം ചോദിക്കാം. അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. വെരി ഇമ്പോർട്ടന്റ് ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കാൻ. ഓക്കെ, ആവൃത്തി വിതരണ പട്ടിക, ക്ലാസിന്റെ ഇന്റർവൽ എങ്ങനെ കാണുക, അതുപോലെ ക്ലാസിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കാണും. ഒരു ക്ലാസിന്റെ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിന്റെ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ. ക്ലാസിന്റെ ഇന്റർവൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്ലാസിന്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് എന്ത്? ക്ലാസിന്റെ മിഡ് പോയിന്റ്. L+U ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഈ എക്സ്ക്ലൂസീവ് മെത്തേഡ്, ഇൻക്ലൂസീവ് മെത്തേഡ് മറ്റൊരു ടോപ്പിക് ആണത്. എക്സ്ക്ലൂസീവും ഇൻക്ലൂസീവും. ഓക്കെ, ഉൾച്ചേരൽ രീതി എന്നൊക്കെ മലയാളത്തിൽ കാണാം. ഓക്കെ, അപ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും. അതുപോലെ അതിന്റെ കൺവേർഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, കൺവേർഷൻ ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻടു എക്സ്ക്ലൂസീവ് ക്ലാസ്സസ്. അതായത് ഇൻക്ലൂസീവ് ക്ലാസ്സസുകളെ എക്സ്ക്ലൂസീവ് ക്ലാസ്സസുകളായിട്ട് കൺവേർഷൻ ചെയ്യുക. ഓക്കെ, അതിനെ മാറ്റുന്ന രീതി, കൺവേർഷൻ ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻടു എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് എന്നുള്ളത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇൻക്ലൂസീവ് മെത്തേഡും എക്സ്ക്ലൂസീവ് മെത്തേഡും, ക്ലാസ്സുകളുടെ ഇൻക്ലൂസീവ് മെത്തേഡും എക്സ്ക്ലൂസീവ് മെത്തേഡും ഉണ്ട്. അതുപോലെ കൺവേർഷൻ ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻടു എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ചോദിക്കുന്ന 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ബൈവേറിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ബൈവേറിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. ബൈവേറിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത്രയാണ് 3ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. ഇനി 4ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ 4ാമത്തത് എന്താണ്? പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. ഡാറ്റകളെ നമുക്ക് എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം, അവതരിപ്പിക്കാം, അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ചിലപ്പോൾ ഇതിന്റെ ഈ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ ക്ലാസിഫിക്കേഷന് നമുക്ക് ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. അതായത് നമുക്ക് ഡാറ്റകളെ നമുക്ക് എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം എന്നുള്ളത്. ഡാറ്റകളെ പ്രധാനമായിട്ട് നമ്മൾ 3 രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് ടെക്സ്റ്റൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസന്റേഷൻ ആണ് അല്ലെ. അതായത് ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം. രണ്ടാമത്തേത് ടാബുലർ പ്രസന്റേഷൻ ആണ്, അതായത് ടാബിൾ രൂപത്തിൽ, അതായത് പട്ടിക രൂപത്തിലുള്ള അവതരണം. മൂന്നാമത്തേത് ഗ്രാഫിക് ആൻഡ് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ആണ്. ഓക്കെ, ഗ്രാഫുകളുടെ അല്ലെങ്കിൽ ചിത്രങ്ങളുടെ രൂപത്തിലുള്ള അവതരണമാണ്. ഓക്കെ, ഇവിടെ ഈ ടെക്സ്റ്റൽ പ്രസന്റേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ എന്താ ചോദിക്കുക? ടാബുലർ പ്രസന്റേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഈ ടാബുലർ പ്രസന്റേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, അത് നേരത്തെ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെയാണ്. ഡാറ്റ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ടാബുലർ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതങ്ങനെ പഠിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഏത് പാർട്സ് ഓഫ് എ ടേബിൾ. അത് ഒരു ടേബിളിന്റെ വിവിധ ഭാഗങ്ങളാണ്, പാർട്സ് ആണ് ചോദിക്കുന്നത്. 4 മാർക്കിന് 3 മാർക്കിന് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്. പബ്ലിക്കിന് ചോദിക്കുമ്പോൾ ഈ ടേബിളിന്റെ ഒരു ചിത്രം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ആ ടേബിളിന്റെ ചില ഭാഗങ്ങളൊക്കെ അവർ ഫില്ല് ചെയ്തിട്ടുണ്ടാകും, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യുക. അതായത് ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് രൂപത്തിൽ ടേബിൾ തന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കി. ഏകദേശം ഒരു 8 പോയിന്റോളം ഉണ്ട് അല്ലെ. അതായത് പിന്നെ ഈ പാർട്സ് ഓഫ് എ ടേബിൾ, അതായത് ടേബിൾ നമ്പർ, അതുപോലെ ടൈറ്റിൽ, ഹെഡ് നോട്ട്, പിന്നെ സ്റ്റെപ്പ്, ബോക്സ് ഹെഡ്, ബോഡി അല്ലെങ്കിൽ ഫീൽഡ്, അതുപോലെ ഫുഡ് നോട്ട്, സോഴ്സ് നോട്ട്, ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, പിന്നെ അതായത് ഈ പറഞ്ഞ ടാബുലർ പ്രസന്റേഷനിൽ ഈ 2 ചോദ്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ പാർട്സ് ഓഫ് എ ടേബിൾ ആണ്, ടേബിളിന്റെ വിവിധ ഭാഗങ്ങളാണ്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പ്രസന്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഗ്രാഫിക്കൽ പ്രസന്റേഷൻ 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് ജിയോമെട്രിക് ഡയഗ്രാം ആണ്, രണ്ടാമത്തേത് ഫ്രീക്വൻസി ഡയഗ്രാം, മൂന്നാമത്തേത് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ആണ്. ഒന്നാമത്തേത് ജിയോമെട്രിക് ഡയഗ്രാം, രണ്ടാമത്തേത് ഫ്രീക്വൻസി ഡയഗ്രാം, മൂന്നാമത്തേത് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ആണ്. ഈ ജിയോമെട്രിക് ഡയഗ്രത്തെ നമ്മൾ വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ഇതില് സിമ്പിൾ ബാർ ഡയഗ്രാം 3 തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ ബാർ ഡയഗ്രാം, രണ്ടാമത്തേത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, മൂന്നാമത്തേത് കമ്പോണന്റ് ബാർ ഡയഗ്രാം. അതില് സിമ്പിൾ ബാർ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് വരച്ചു പഠിക്കണം. ഓക്കെ, സിമ്പിൾ ബാർ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പൈ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക. പൈ ഡയഗ്രാം സാധാരണ നമുക്ക് വാല്യൂസ് തരുന്നത് പിന്നെ പെർസെന്റേജിലായിരിക്കും. പെർസെന്റേജിലാണ് തരുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആംഗിൾസ് കണ്ടുകൊണ്ട് നമുക്ക് പിന്നെ വൃത്തൊക്കെ വരച്ചിട്ട് സർക്കിളൊക്കെ വരച്ചിട്ട് നമുക്ക് ഒരു പ്രൊട്രാക്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഈ പൈ ഡയഗ്രാം കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് ഫ്രീക്വൻസി ഡയഗ്രാം. ഫ്രീക്വൻസി ഡയഗ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ഈ ലൊക്കേറ്റ് മോഡ് എന്ന് ചോദിക്കും. ഓക്കെ, അതായത് ഹിസ്റ്റോഗ്രാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് കാണേണ്ടത് എന്ന് പഠിക്കുക, അതുപോലെ തന്നെ മോഡ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക എന്ന് പഠിക്കുക. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്, ഫ്രീക്വൻസി കർവും ഉണ്ട്. അതിൽ ഫ്രീക്വൻസി പോളിഗൺ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹിസ്റ്റോഗ്രാം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി പോളിഗൺ സാധാരണ ചോദിക്കില്ല. ഓക്കെ, ഹിസ്റ്റോഗ്രാം ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ബാർ ഡയഗ്രാം ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ബാർ ഡയഗ്രാം ആണ് സാധാരണ ചോദിക്കുക. ഓക്കെ, ഇനി ഇത് രണ്ടും ചോദിച്ചില്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ, അത് എസ്എ ആകാം അല്ലെങ്കിൽ 5 മാർക്കിനാവാൻ ചോദിക്കുന്നത്, അത് ഒബ്ജീവ് ആണ് അല്ലെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആണ്. ഒബ്ജീവ് അല്ലെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്, അത് മോർ ദാൻ ഒബ്ജീവും അതുപോലെ തന്നെ ലെസ് ദാൻ ഒബ്ജീവും ഉണ്ട്. ഈ മോർ ദാൻ ഒബ്ജീവും ലെസ് ദാൻ ഒബ്ജീവും കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് സിംഗിൾ വരച്ചിട്ട് അതിലേക്ക് ഈ മോർ ദാൻ ഒബ്ജീവിനെയും ലെസ് ദാൻ ഒബ്ജീവിനെയും അതായത് ഒരുമിച്ച് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ് വരച്ച പോലെ നമുക്ക് കിട്ടും. ഓക്കെ, മോർ ദാൻ ഒബ്ജീവും ലെസ് ദാൻ ഒബ്ജീവും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒബ്ജീവ് പിന്നെ ലെസ് ദാൻ ഒബ്ജീവ് എന്ന് കിട്ടും. ഈ 2 ഒബ്ജീവുകളും കൂടി ചേരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ് ആക്സിസിലേക്ക് ഒരു ഡോട്ട് ലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ രേഖ വരച്ചിട്ട് നമുക്ക് എന്തളക്കാം, മീഡിയൻ മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഒബ്ജീവ് വരച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിനെയാണ്, മീഡിയനെയാണ്. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഡയഗ്രമാറ്റിക് പ്രസന്റേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ചാപ്റ്റർ, അതായത് നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ചാപ്റ്റർ 5ാമത്തേത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്, അല്ലെങ്കിൽ ആവറേജസ് ആണ്. ഇതിൽ ടൈപ്സ് ഓഫ് ആവറേജസ് മനസ്സിലാക്കുക. there are 3 types of averages. ഫസ്റ്റ് വൺ അരിത്മെറ്റിക് മീൻ ആണ്, രണ്ടാമത്തേത് മീഡിയൻ ആണ്, മൂന്നാമത്തേത് മോഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മീഡിയൻ
മീഡിയന്റെ ഏതെങ്കിലും തിയറി പാർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മീഡിയൻ, അതായത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ പൊസിഷണൽ ആവറേജ് എന്ന് ചോദിക്കാറുണ്ട്. സ്ഥിര ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാണ് പൊസിഷണൽ ആവറേജ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പൊസിഷണൽ ആവറേജ് എന്ന് ചോദിക്കും. ഓക്കെ, അത് മീഡിയനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ഒരു എസ് എ ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഒരു 8 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അത് മീൻ മീഡിയൻ കാണാനോ മീൻ മോഡ് കാണാനോ അല്ലെങ്കിൽ മീഡിയൻ മോഡ് കാണാനോ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ 3 കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധാരണ ചോദിക്കും. 8 മാർക്കിന്റെ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും നിങ്ങളത് പഠിക്കാതെ പോകരുത്. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ടത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, വെറുതെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ നോക്കിയിട്ട് വായിച്ചതല്ല. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് പിന്നെ വെരിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് 1 വേർഡ് 2 മാർക്സിനൊക്കെ നമുക്ക് ഇതിന് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ഈ പറഞ്ഞ ടോപ്പിക്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാത്തിനുള്ള എല്ലാ മാർക്കുകളുടെയും ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും, അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മളോടുള്ള സജഷൻസ് എല്ലാം നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കിൽ പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.